आगे लिखा राहुल राहुल വിഷയം പറഞ്ഞു ആൾക്കാർ ഏത് നാട്ടിൽ താമസിക്കുന്ന ആളുകളാണ്. ഞങ്ങളിവിടെ 400ഓളം കുടുംബങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളിവിടെ പണിയില്ല, പിന്നെ മറ്റു സംവിധാനങ്ങളിൽ ഒന്നുമില്ല, വേറെ പ്ലേസുകൾ തുറക്കുന്നില്ല. അപ്പം ആകെ ബുദ്ധിമുട്ടായി നിൽക്കുന്നത്. ഇന്ന് രാവിലെ ബെയിലി ബ്രിഡ്ജിനെ സംബന്ധിച്ച് ജില്ലാ കളക്ടർ സംസാരിച്ചിരുന്നു. And she said that she was going to open it, but then it was raining a lot and there was danger. So she says that as soon as now that the rain has stopped, she will open it. അവർ തുറക്കാനിരിക്കുകയായിരുന്നു ബ്രിഡ്ജ്. പക്ഷെ ആ സമയത്ത് പിന്നെയും മഴ വന്നു. അതുകൊണ്ട് ഈ മഴ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തുറക്കും. There will be some conditions in terms of heavy vehicles. Is that? But it will be some. ഒരു ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ടാവും. ഒരു എല്ലാ വണ്ടികളൊന്നും ചിലപ്പോൾ കയറ്റിവിടാൻ പറ്റില്ല. അങ്ങനെയുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. പക്ഷെ തുറക്കാവുന്ന വിഷയം കാര്യങ്ങൾ ഇവിടുത്തെ നമ്മൾ ഓട്ടോറിക്ഷ, അതുപോലെ ടാക്സി, അതുപോലെ വ്യാപാരികൾ, ഇവിടുത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ, ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലം. നമുക്കിത് തുറന്നതിന് നിർബന്ധം വളരെ പെട്ടെന്നായിട്ട്. ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവേഴ്സ് ആൻഡ് ഹോട്ടൽസ് Tell him not to worry. She said she'll open it. അത് പേടിക്കണ്ട, അത് തുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മഴ കഴിയുമ്പോൾ തുറക്കുന്നു. But he has to also understand that there are issues, genuine issues with allowing too much load on the bridge. So whatever restrictions she will put, some restriction. She was suggesting also that there can be also alternatives, like sometimes you can have from your cars to കുറച്ച് നിങ്ങളോട് മനസ്സിലാക്കണം. ആ പാലത്തിന് വെള്ളം എടുക്കാൻ അപ്പൊ അതുകൊണ്ട് അധികം ലോഡ് എടുക്കാൻ പറ്റുന്ന സാഹചര്യം. അപ്പൊ എന്തെങ്കിലും ഒരു ബദൽ മാർഗം ചിലപ്പോൾ ആ പാലത്തിന് ഇപ്പുറത്ത് വന്നിട്ട് വണ്ടികൾ മുന്നോട്ട് പോകുന്ന രീതിയിലേക്കുള്ള ബദൽ മാർഗത്തെ കുറിച്ച് ആലോചിക്കേണ്ടത്. പാലം ഓപ്പൺ ചെയ്യും. But basically she has told me she's not open. നമുക്കൊരു 1:15 ഇവിടെ നിന്ന് പോകണം. അതുകൊണ്ട് എല്ലാവർക്കും സമയം കൊടുക്കാം. ഇന്നലെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡിവിജ്വലായിട്ട് എല്ലാവരുടെയും പറഞ്ഞ വിഷയങ്ങൾ, അത് മറ്റേ ജോലി ഇല്ലാത്തതിന്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഈ ബെയിലി പാലത്തിന്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്ന് രാവിലെ കളക്ടറായിട്ട് സംസാരിച്ചു. അപ്പൊ ആ പാലം ഈ മഴ കഴിയുമ്പോൾ തുറന്നു തരാമെന്നുള്ളത് ഉറപ്പ് തന്നിട്ടുണ്ട്. നേരത്തെ തന്നെ തുറക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വലിയ മഴയുണ്ടായത്. ഈ മഴ തീരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ തുടങ്ങും. പക്ഷെ അപ്പോഴും ചെറിയ നിബന്ധനകൾ ഉണ്ടാവും. കാരണം ആ പാലത്തിന് എടുക്കാവുന്ന ലോഡിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അതിന് ബദൽ മാർഗങ്ങൾ ഉൾപ്പെടെ ഒരു പക്ഷേ പാലത്തിന് ഇപ്പുറം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മറ്റൊരു വാഹനത്തിൽ പോകുന്ന തരത്തിലുള്ള ബദൽ മാർഗങ്ങൾ ആലോചിക്കേണ്ടി വരും. പക്ഷെ ഈ മഴ കഴിയുമ്പോൾ ആ പാലം തുറക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. Actually, ma'am, we are not able to manage the navigation now because around 75% of the area of now looking like a jungle. So already we lost 34.5 crore. Then we required further more amount to bring back the area. And what is one more thing, that jungle area means we have to face one more animal conflict. That is a major thing. So main thing, the restriction, because of the restriction, these whole things are happening. What the DM was saying, I had a discussion with her this morning. Because yesterday I had met a whole group of survivors and everybody had individual issues. Each issue is important in its own right. For example, a lot of people are getting excluded from the list. And one of the issues that they discussed was the access of the Bailey Bridge. So this morning I went to the district magistrate, and each issue which they had brought to me, I sat down and discussed thoroughly with her. What are the reasons for the exclusions, etc. And we are trying together to resolve it. Main issue of your Bailey Bridge here, she said she was already going to open it before,
with some restrictions during the rains, but then because it was so much rain this time, they were advised not to open it in case then suddenly the load comes on it and there's another problem. So she was waiting for the rains to stop. She's already got the clearance to open the bridge from higher authorities, and she says she will open the bridge now that the rains have stopped. So I think there should not be a problem after this. If still it doesn't open after a while, I'll take it up again. नमस्ते मैम, मैं एक फौजी है सर जी। बहुत प्राउड है हमको आप इधर आके जो लोगों को जो बात सुनता है। इधर मेजर एक प्रॉब्लम है साहब, एक्चुअली एक हॉस्पिटल नहीं है इधर, 13 किलोमीटर के बाद ही हॉस्पिटल आता है। सबसे पहले इधर जो रहने वाला को एक हॉस्पिटल का जरूरत है, हॉस्पिटल इधर होना चाहिए सर। दूसरा बात है जो कि छोटे बच्चे हैं वो सब मेपाड़ी में जाके पढ़ता है अभी, 13 किलोमीटर उधर जाके 13 किलोमीटर वापस आने के बाद बहुत दिक्कत पड़ता है। वो बच्चे को क्या प्राप्त होगा, कौन सा एजुकेशन प्राप्त होगा उसको, उसका बारे में थोड़ा बात करना है साहब। बाकी इधर का जो लोग बताया है वो सही बात है, क्योंकि ब्रिज के उस तरफ आप देखा है उस पुलिस कॉर्नर उधर डाला हुआ है। जो भी आदमी है इधर रहने वाला को ब्रिज के इस तरफ आने का कोई इरादा नहीं है। She has told me that she is going to open it without restrictions, except obviously on heavy vehicles and all that. She is going to open it. Agreement. So I think there should not be an issue. कम से कम सब delay means again we have to spend more Well, money she to bring this back. morning Ma'am. told me that she's doing it now in the next soon, very soon. She Ma'am. didn't specify when, but she said soon. I'll have a word with her another time now that I've come and seen Yeah, the situation, and I'll request her to have it done. मैम एक खोलेगा तो कम से कम इधर का जो भी जितना भी जीने वाला है वो सब समझ गई। दुकान है सब कुछ होगा। ओके नमस्कार। मैडम He wants to become a chartered accountant. My father had a ration shop and that was washed away. So now her dream is to become a chartered accountant. Neeta. Where is my book? Rahul Diary. Book. Okay, I'll write it. So tell me now. Okay. ഒരു കാര്യം those who had worked before this now they are all Is it mainly because of this connectivity that they're having a problem? ഈ പാലത്തിന്റെ കാരണം കൊണ്ടാണോ ഇത് പ്രശ്നം? പാലത്തിന്റെ കാരണം മാത്രമല്ല സംസാരിച്ചു അത് പറഞ്ഞു ചേട്ടാ ഓൾറെഡി സംസാരിച്ചു. Tell him that the DM has stopped me this shift. ജില്ലാ കളക്ടറിന്റെ രാവിലെ ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്, അത് തുറക്കും. ഒരു വർഷമായിട്ട് ഞങ്ങളൊരു പ്രോപ്പർട്ടി അടഞ്ഞെടുത്താണ്. അത് ഇതിന് ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറത്താണ്, മലപ്പുറയുടെ ഏരിയ അല്ല. ഈ ഒരു പാലത്തിന്റെ പെർമിഷൻ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് പറഞ്ഞു അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ മാർഗം Tell him this morning, because yesterday I had met with many people who told me different issues. Like things were not being able കുറച്ചേരം മാറി to one of those issues was the issue of the access. So this morning no sound. Face should not get sun. Does she have sun cream and all that? നമ്മുടെ വാർഡിൽ കുടുംബശ്രീ ലോൺ എടുക്കാൻ 32 കുടുംബശ്രീ ലോൺസ് കുടുംബശ്രീ ലോൺ മൊത്തത്തിലെല്ലാം ലോൺ മൈക്രോ ഫിനാൻസ്.
के जो नहीं संसद के नहीं है बात പോലെ നമ്മളെന്നെ കൂടുതലുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ബഹുമാനപ്പെട്ട MP ചൂരമല പ്രദേശം സന്ദർശിച്ചിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രദേശവാസികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പിന്നെ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ജോലി ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് റിസോർട്ടുകൾ, അതുപോലെ അട്ടമലം ഗ്ലാസ് ബ്രിഡ്ജുകൾ, അതുപോലെ ഇവിടുത്തെ കടകൾ, ഇതൊക്കെ തുറന്നാലേ ഞങ്ങൾക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. അതുപോലെ നമ്മൾ ഓട്ടോറിക്ഷ 30 രൂപ 40 രൂപ ഒരാൾ പണിയെടുക്കുന്ന പൈസയാണത് ഒരാൾ. അതുപോലെ നമ്മൾ ടാക്സി ജീപ്പുകൾ 10 പൈസേൻ്റെ പണി ഞങ്ങൾക്കില്ല. പണിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ സംവിധാനം ഞങ്ങൾക്ക് എന്തെങ്കിലും തുറന്ന് കിട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു 10 രൂപേൻ്റെ പണി ഞങ്ങൾക്ക് എടുക്കായിരുന്നു. അത് തുറക്കാനുള്ള സംവിധാനം ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട MP-യോട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിനെ അർഹതപ്പെട്ട ആളുകൾ ആരാണ്, അനർഹരാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. 1 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സർക്കാർ ഒരു ദിനപത്രം എന്നുള്ള സംവിധാനം 300 രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അത് കിട്ടാത്ത ഒരുപാട് ആളുകൾ, അർഹതപ്പെട്ട ആളുകൾ കിട്ടാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടെ ചൂരമല പ്രദേശത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞങ്ങളത് പോയി ചോദിക്കുമ്പോൾ അവർ പല കാരണങ്ങളാണ് അവർ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് നിങ്ങൾക്ക് തരാൻ പറ്റൂല, അല്ലെങ്കിൽ തരാൻ പറ്റൂ, എന്തെങ്കിലും പറയണ്ട. ഇവർ അത് ഞങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലുള്ളത്. ഒന്നത്. രണ്ടാമത്തെ, ഞങ്ങൾക്ക് ജോലിയില്ല. ജോലി എടുക്കാനുള്ള സംവിധാനമാണെങ്കിൽ അത് ഇവർ ചെയ്തു തരുന്നില്ല. ബഹുമാനപ്പെട്ട MP വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ MPനോട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉചിതമായൊരു തീരുമാനത്തിലേക്ക് പോകും, അത് എടുക്കാമെന്ന് ബഹുമാനപ്പെട്ട MP നമ്മൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രതീക്ഷയിലാണ് ഈ പ്രദേശവാസികളുള്ള ജനങ്ങൾ കംപ്ലീറ്റ് ഉള്ളത്.